എത്ര ദിവസം കൊണ്ട് മോനുകുട്ടൻ കാത്ത് കാത്തിരുന്ന ദിവസമാണെന്നറിയാമോ ഇന്ന്? 3:45 ആയതേ ഉള്ളൂ. രാവിലെ മോനുകുട്ടൻ തന്നെയാണ് കാപ്പിയൊക്കെ ഇട്ടത്. ഇന്ന് പള്ളിയിൽ നിന്നുള്ള ടൂർ പ്രോഗ്രാമാണ്. സിൽവർ സ്റ്റോമിലോട്ടാണ് പോകുന്നത്. അതായത് മെയ് 18-ാം തീയതി രാവിലത്തേടാ കേട്ടോ. അപ്പോൾ ഇന്നാണ് മുത്തും വരുന്നത്. മുത്ത് വരുമ്പോഴത്തേക്ക് 10, 10:30 ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ കൊണ്ടുവിടുന്ന കാര്യം ഓർത്തിട്ട് എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങട്ട് പോകുമ്പോൾ മോനുകുട്ടനുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ തന്നെയുള്ളൂ. അതോർത്തപ്പോൾ ഒരു ചെറിയ പരിഭ്രമം അത്രയേ ഉള്ളൂ. അപ്പോൾ മോനുകുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തല ശരിക്ക് തോർത്താറേയില്ല. അത് പോരാഞ്ഞിട്ട് മുടി നല്ലപോലെ വളർന്നിരിക്കുക. ഇനിയിപ്പോൾ മുത്ത് വരുന്നത് കൊണ്ട് മുടി വെട്ടാനൊക്കെ അവനങ്ങ് കൊണ്ടുപോയിക്കോളും. അപ്പോൾ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാണേ. ശരിക്കും പറഞ്ഞാൽ ഈ ടൂർ പ്രോഗ്രാമിനൊക്കെ മോനുകുട്ടനെ വിടുന്നത് മനസ്സില്ലാ മനസ്സോടാ. നമ്മൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഒരു വല്ലാത്ത ആദിയാണ്. സ്കൂളിൽ നിന്നായാലും പള്ളിയിൽ നിന്നായാലും കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയാൽ അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുപോയി തിരിച്ചെത്തിക്കും എന്നുള്ളത് നമുക്കറിയാം. എന്നാലും മനസ്സ് കിടന്ന് ഇങ്ങനെ പിടച്ചോണ്ടിരിക്കും. അപ്പം ധൈര്യത്തിന് തമ്പുരാൻ കൂടെ വേണമല്ലോ. അപ്പോൾ തമ്പുരാനെ കാവൽമാലാഖമാരെ കൂടെ അയക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ്. ജംഗ്ഷനിലോട്ട് ചെന്നപ്പം നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ചിലയിടത്ത് മാത്രം ഇച്ചിരി ഇരുട്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ പോകുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ദാ ബസ് വരാറായപ്പോഴത്തേക്ക് ഇറങ്ങി വന്നു. കുറച്ച് താമസിച്ച് ബസ് വേറെ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് അവർ വന്നു. ഞാൻ പള്ളിയിലോട്ട് കയറിപ്പോയില്ല. കാരണം ഞാൻ കുളിച്ചും ജെപിച്ചും ഒന്നുമില്ല. പല്ലും തേച്ച് മുഖവും കഴുകി കാപ്പിയും കുടിച്ചേച്ച് വന്ന് പള്ളിയിൽ എങ്ങനെയാണ് കയറുന്നത്? അങ്ങനെ അറ്റൻഡൻസ് ഒക്കെ എടുത്ത് ടാറ്റയൊക്കെ തന്ന് അവരങ്ങോട്ട് പോയി. മോനുകുട്ടൻ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലുണ്ട്. പിന്നെ വന്ന് കിടന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചു. മുത്ത് 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോയത്. പിന്നെ രാത്രിയിൽ മോനുകുട്ടൻ 11:30-ക്ക് വരുമെന്നാണ് ആദ്യം മെസ്സേജ് ഇട്ടിരുന്നത്. പിന്നെ ട്രാഫിക്കൊക്കെ കാരണം വന്നപ്പോൾ 1 മണിയായി. അപ്പോൾ പിന്നെ മുത്ത് പോയാ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ മോനുകുട്ടന് പോക്കറ്റ് മണിയൊന്നും കൊടുത്തില്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. അല്ലെങ്കിൽ ഞാനൊരു 100 രൂപയെങ്കിലും കൊടുത്തു വിട്ടേനെ. ദേ ഇത് മോനുകുട്ടൻ്റെ ഫ്രണ്ട് മേടിച്ചു കൊടുത്തതാ ട്ടോ. അങ്ങനെ കിട്ടിയ ഒരു സമ്മാനം എനിക്കും കൊണ്ട് തന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമവും വന്നു, സങ്കടവും വന്നു. ഇനി ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പം എന്തെങ്കിലും ചില്ലറ മോനുകുട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടണം. മുത്താണെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചിട്ടൊക്കെ പോവേ. മോനുകുട്ടൻ അത് ചെയ്യത്തില്ല. അതാണ് കുഴപ്പം. അപ്പോൾ ദേ കുറച്ച് സ്നാക്സൊക്കെ ഞാൻ കൊടുത്തു വിട്ടായിരുന്നു. അത് കഴിച്ചൊന്നുമില്ല. അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് കൊണ്ടുവന്ന ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് കണ്ടോ പ്രിയങ്ങളെ. പിന്നെ ടൂറ് പോയ വിശേഷങ്ങളൊക്കെ കേട്ട് കേട്ട് എപ്പോഴോ കിടന്നുറങ്ങി.